ഹലോ, അപ്പോൾ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പം വിശേഷങ്ങളുടെ ഇടയിൽ മറിയം സ്കൂളിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വലിയ കാര്യത്തിൽ വന്ന് പറയും, അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പൂപ്പനുണ്ടല്ലോ ഓഫായിപ്പോയി. ഈ ഓഫായിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ അർത്ഥം എന്നറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോളെ എന്താ അതെന്ന് വെച്ചാൽ മരിച്ചു പോയിന്നമ്മ. അവൾക്ക് എന്തോ ഒരു നാണം പോലെ വന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിൽ മരിച്ചു പോയി, അയ്യോ ആൾ പോയി എന്നൊക്കെയല്ലേ പറയാം. ഇവിടെ ആണെങ്കിൽ ഓഫായിപ്പോയി, അടിച്ചു പോയി, എക്സ്പയർ ആയി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വിഷമം മുഖത്തുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓ മരിച്ചു എന്നാണ് അർത്ഥം എന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി. പിന്നെ ഞാനിതുമായിട്ടങ്ങ് ഇതായിട്ട് പോയിട്ടോ. പിന്നെ എന്താണ്, മറിയത്തിൻ്റെ ആ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അവൾക്ക് ചിരിയാണോ നാണാണോ വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ഓരോ രീതിയല്ലേ, അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തുണ്ടല്ലോ ഓഫർ കണ്ടുകൊണ്ട് ചാടി പിടിച്ച് ട്രെൻഡിൽ കയറിയിട്ടുണ്ടേ. കുറച്ച് ഷോപ്പിങ്ങിന് പോയതാണ്. എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന അവസരമാണ്. എപ്പോഴും നമ്മൾ രാത്രിയാവും ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കയറണമെങ്കിൽ. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ 8:30 9 മണിയാവും. പിന്നെ അവർ ക്ലോസിങ് ടൈം ആവും. വേഗം എന്തെങ്കിലുമൊക്കെ നോക്കി പറക്കി ഇറങ്ങും. അതാണ് നമ്മുടെ പതിവ്. നമ്മുടെ നല്ല ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പതിവ് ഇതൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ താമസിച്ച് തുറന്നിട്ട് താമസിച്ച് അടയ്ക്കുന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓഫർ എനിക്ക് ഉഡായിപ്പായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എന്നാൽ 2 എടുക്കുമ്പോൾ 1 ഫ്രീ, ബൈ 1 ഗെറ്റ് 1 ഓഫറൊക്കെ കഴിഞ്ഞിപ്പം 2 എടുത്താലേ 1 ഫ്രീ ഉള്ളൂ, 3 എടുത്താലേ 1 ഫ്രീ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഓഫറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ബൈ 1 ഗെറ്റ് 1 ആണെങ്കിൽ ഞാനൊന്ന് നോക്കിയേനെ. പിന്നെ നമ്മൾ ഡിമാർട്ടിൽ കയറട്ടോ, ഒരു തേങ്ങയ്ക്ക് 43 രൂപ. എന്തായാലും തേങ്ങ കൂട്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് തേങ്ങ ഇല്ലാതൊരു കറി വെക്കാനും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരെണ്ണം പറക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കെട്ടിയോൻ നല്ലത് നോക്കി പറക്കുക കേട്ടോ. ഞാനിങ്ങനെ നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്നോട് പറയും നീ എടുത്തതാ എന്നിട്ടാണ് പന്നലായെന്ന്. അതുകൊണ്ട് അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെക്കിങ്ങിനായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് മടുപ്പായി, എനിക്ക് വയ്യ ഇനി വൈകിട്ട് വന്ന് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പൊറോട്ടയും നല്ല ചിക്കനും വാങ്ങിച്ച് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ്. ഇനി നാളത്തെ പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ നാളത്തെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാറ്. അപ്പം എൻ്റെ